യുവാക്കളിലും വിദ്യാർത്ഥികളിലുമുള്ള മയക്കുമരുന്ന് ഉപയോഗം അകറ്റാൻ കളരി പോലുള്ള ആയോധന കലകൾ അഭ്യസിക്കേണ്ടത് അനിവാര്യമെന്ന് ഹേമലത ഗുരുക്കൾ. ശാരീരികവും മാനസികവുമായ വളർച്ച കൈവരിക്കുക മാത്രമല്ല, ലഹരി വസ്തുക്കളെ വർജിക്കാനും ഇത് സഹായകരമാകുമെന്നും ഹേമലത പറഞ്ഞു. ഇന്നത്തെ യുവതലമുറ ലഹരി മരുന്നിന് അടിമപ്പെടുകയാണെന്ന് ഹേമലത ഗുരുക്കൾ. യുവാക്കളിലെയും വിദ്യാർത്ഥികളിലെയും ഈ ദുഷ്പ്രവണത അകറ്റാൻ കളരി പോലുള്ള ആയോധന കല അഭ്യസിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ അനിവാര്യമാണ്. ശാരീരികവും മാനസികവുമായ വളർച്ച കൈവരിക്കുക മാത്രമല്ല, ലഹരി മരുന്ന് പോലുള്ള വസ്തുക്കളെ വർജിക്കുവാനും ഇത് സഹായകമാകുന്നു. ജീവിത പ്രതിസന്ധികൾക്ക് മുൻപിൽ പോരാളിയെപ്പോലെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് കളരിയുടെ പിൻബലം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഹേമലത പറഞ്ഞു വെക്കുന്നു. ഇപ്പോഴത്തെ സമൂഹത്തിൽ മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെ ലഹരിയിൽ അക്രമങ്ങൾ ഒരുപാട് നടക്കുന്നത്. നമുക്ക് ദിവസം പത്രം നോക്കിയാലും TV വാർത്ത നോക്കിയാലും എല്ലാത്തിലും ഇപ്പം ഇതാണ് മയക്കുമരുന്നിൻ്റെ മദ്യത്തിൻ്റെ ലഹരിയിൽ അക്രമങ്ങൾ കാണിക്കുന്ന ഇതാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. അപ്പോൾ അതിനൊക്കെ പ്രതിരോധിക്കാൻ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉന്മേഷവും ഒരു ഉണർവും ഒരു കരുത്തും കിട്ടാൻ വേണ്ടിയിട്ടാണ് വീട്ടമ്മമാർ കൂടുതലും കളരിയിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുട്ടികൾ ചെറുപ്പനെ ഇതിലേക്ക് ഏർപ്പെട്ടാൽ കളരി പോലുള്ള പല ആയോധന മുറകളുണ്ട്. പല ആയോധന കലകളിലേക്കും ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഈ സമയം ഇതിനു വേണ്ടി ചെലവഴിക്കും. സ്കൂൾ പഠിത്തം കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരങ്ങളിലോ രാവിലെകളിലോ എപ്പോഴായാലും കളരിയിൽ വന്ന് കുറച്ച് അഭ്യസിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇതിലേക്കായിരിക്കും അവരെ മനസ്സ് പോകുന്നത്. പഠിത്തത്തിലേക്കും കളരിയിലേക്കും കുറേ അവർ മറ്റുള്ള ലഹരിയിലേക്ക് പോവാതെ കളരി പോലുള്ള ആയോധന മുറകൾ അഭ്യസിച്ചാൽ അവർക്ക് കുറേ ഗുണങ്ങൾ കിട്ടാനുണ്ട്. ആയോധന കലകളിൽ ചടുലമായ തെക്കൻ കളരിയാണ് ഇവിടെ അഭ്യസിപ്പിക്കുന്നത്. 2018 ഇന്ത്യൻ കളരിപ്പയറ്റ് ഫെഡറേഷൻ ഏർപ്പെടുത്തിയ ഉണ്ണിയാർച്ച വീരാംഗന പുരസ്കാരം ഡൽഹിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി മഹേഷ് ശർമ്മയിൽ നിന്നും ഇവർ ഏറ്റുവാങ്ങി. ഇതിനകം തന്നെ നിരവധി ആദരവുകളും ഏറ്റുവാങ്ങിയിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും കളരി അഭ്യസിക്കാനും കളരിപ്പയറ്റിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാനും ബാലുശ്ശേരിയിൽ ഹേമലത ഗുരുക്കളുടെ വീട്ടിൽ നിരവധി ആളുകൾ എത്താറുണ്ട്. ആയോധന കല തന്നെ ലഹരിയായി എടുക്കാം നമുക്ക്. ഞാനിവിടെ പഠിക്കുന്നത് ഇപ്പം 6 വർഷമായി. എനിക്ക് ഈ കളരി വന്ന ശേഷം ഒരുപാട് നേട്ടങ്ങളുണ്ടായി. ധൈര്യം വെച്ചു. അതേപോലെ മനസ്സിനൊരു ആശ്വാസമാണ്. വൈകുന്നേരം സ്കൂൾ വിട്ടാൽ തന്നെ വിചാരിക്കാം കളരി പോവാനുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനമാണ്. ബാലുശ്ശേരി മുക്കിലെ വീടിനോട് ചേർന്നുള്ള സ്ഥലത്താണ് സുരേന്ദ്രൻ ഗുരുക്കൾ സ്മാരക കളരി സംഘം പ്രവർത്തിച്ചു വരുന്നത്. മദ്യവും മയക്കുമരുന്നും കൂടുതലായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ആയോധന കലയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഹേമലത ഗുരുക്കൾ നമ്മളോട് പറയുന്നത്. CD സലീംകുമാർ, ദൂരദർശൻ ന്യൂസ്, കോഴിക്കോട്.